നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളായി വീഡിയോ എടുത്തിട്ട്. അപ്പോൾ കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഒരു മീൻ കറി ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ വാഗമീൻ വെച്ചിട്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള ഒരു മീൻ കറി വെക്കാൻ ഓർത്തുകൊണ്ടിരിക്കുക. അപ്പോൾ മേതക്കുട്ടിയാണെങ്കിലും ഇവിടെ ഭയങ്കര കളിയും ചിരിയും ഒക്കെ ആയിട്ട് ഇരിക്കുക. മകത് സ്കൂളിൽ പോയിരിക്കുക. അപ്പോൾ നമുക്ക് പയ്യെ മീൻ കറി വെക്കാം, നോക്കാം എങ്ങനെയാണ്. ഇത് വാഗമീൻ. പിന്നെ മീൻ വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ്: വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, കറിവേപ്പില, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, എണ്ണ, കടുക്, പിന്നെ നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്നുണ്ട്. തേങ്ങ, പുളി, ഉപ്പ്. അപ്പം തീയൊക്കെ ഏകദേശം കത്തി തുടങ്ങി. നമുക്ക് ചട്ടി വെക്കാം. എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി. അപ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് ഏകദേശം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക് ചേർക്കാം. ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്കിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത്, ഉപ്പും ചേർത്ത്, പുളിയും ചേർത്ത്, ലേശം മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ. പുളി, ആദ്യം മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് തേങ്ങ ചേർക്കാം. ഇനി അരച്ച് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ലേശം ഉലുവാപ്പൊടി തുടങ്ങി. അപ്പോൾ ലേശം കരിവേപ്പില ഇട്ട് നമുക്ക് മീനിടാം. പുളി ചതച്ചിടാം. ലാസ്റ്റ് കരിവേപ്പിലയും കൂടി ചേർക്കാം. നമുക്കിനി മൂടി വെക്കാം. മീൻ നന്നായിട്ട് വെന്ത് വന്നു കേട്ടോ. ഒരു 5 രൂപ നമുക്കിത് വാങ്ങി വെക്കാം. അപ്പം നന്നായി വെന്ത് വന്നു കേട്ടോ. അപ്പോൾ ഉപ്പും പുളിയൊക്കെ ആവശ്യത്തിനുണ്ട്. അപ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം. കറിയൊക്കെ വെച്ച് വന്നപ്പോൾ മേതക്കുട്ടി ഭയങ്കര കളിയാട്ടോ. അപ്പം മമ്മിയും ഉണ്ട്. ഇപ്പോൾ കുറേ നാളായി ഞാൻ വീഡിയോ എടുത്തിട്ട്. അത് വേറെ ഒന്നുമില്ല, ചെറിയൊരു വിശേഷമുണ്ട്. ഇപ്പോൾ 6 മാസം ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുക. അപ്പം അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയി ഇങ്ങനെ നടക്കുക. അന്നേരം മമ്മി തൽക്കാലം കുറച്ച് ദിവസം നിൽക്കാനായിട്ട് വന്നാൽ മമ്മി നാളെ പോകും തിരിച്ച്. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.